Today we discuss another problem based on some air conditioning system. Let's see the question. A 100% outdoor summer air conditioning system has a room sensible heat load of 400 kilowatt and a room latent heat load of 100 kilowatt. അതായത് നമ്മൾ ഒരു 100% ഔട്ട്ഡോർ സമ്മർ എയർ കണ്ടീഷനിങ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ റീസർക്കുലേറ്റ് എയർ യൂസ് ചെയ്യുന്നില്ല. 100%ഉം ഔട്ട്സൈഡ് എയർ എടുക്കുന്നു, ആ എയറിനെ കൂൾ ചെയ്യുന്നു, എന്നിട്ട് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. ഇതാണ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ റൂം സെൻസിബിൾ ഹീറ്റ് ലോഡ് RSH എന്ന് പറയുന്നത് 400 കിലോവാട്ടാണ്. റൂം ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ് RLH എന്ന് പറയുന്നത് 100 കിലോവാട്ടാണ്. ദെൻ ദ റിക്വയർഡ് ഇൻസൈഡ് കണ്ടീഷൻസ് ആർ 24 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആൻഡ് ദ ഔട്ട്ഡോർ കണ്ടീഷൻസ് ആർ 34 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പോൾ നമ്മൾ റൂം മെയിൻറ്റെയിൻ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ദെൻ 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. ദെൻ ഔട്ട്സൈഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് 34 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. അങ്ങനെയെങ്കിൽ ദെൻ ദ എയർ ഈസ് സപ്ലൈഡ് ടു ദ റൂം അറ്റ് എ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് 14 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എയറിനെ എടുക്കുന്നു, ആ എയറിൻ്റെ കണ്ടീഷൻസ് പറഞ്ഞു, ആ എയറിനെ കൂളിംഗ് കോയിലേക്ക് കൂടെ കടത്തി വിടുന്നു. ദെൻ കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന ടെമ്പറേച്ചർ, അതല്ല എങ്കിൽ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ. കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ എന്താണോ അതേ കണ്ടീഷനിലുള്ളതാണ് നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയർ. കാരണം കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റാണ് നമ്മുടെ സപ്ലൈ കണ്ടീഷനായ എസ്. ഇപ്പം എനിവേ സപ്ലൈ ചെയ്യുന്ന ആ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ദ റിക്വയർഡ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. ഇപ്പം എത്ര എമൗണ്ട് മാസ് ഫ്ലോ റേറ്റ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ദെൻ മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് സപ്ലൈ എയർ, റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് അറിയണം. ദെൻ സെൻസിബിൾ ഹീറ്റ്, ലേറ്റൻറ്റ് ഹീറ്റ് ലോഡ് ഓൺ ദ കോയിൽ, കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റും കോയിലിൻ്റെ ലേറ്റൻറ്റ് ഹീറ്റും കണ്ടുപിടിക്കണം. ദെൻ ദ റിക്വയർഡ് കൂളിംഗ് കപ്പാസിറ്റി ഓഫ് ദ കോയിൽ, കോയിലിൻ്റെ കൂളിംഗ് കപ്പാസിറ്റി എത്രയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. ദെൻ കോയിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ ആൻഡ് കോയിൽ ADP, കോയിലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം, കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടുപിടിക്കണം, അതായത് CSHF കണ്ടുപിടിക്കണം. ദെൻ കോയിലിൻ്റെ ADP, അതായത് കോയിൽ ഏത് ടെമ്പറേച്ചറിലാണോ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് ആ അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. ദെൻ ഇഫ് ദ ബൈപ്പാസ് ഫാക്ടർ ഓഫ് ദ കോയിൽ ഈസ് 0.2, അപ്പോൾ കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട് 0.2. നമ്മളിതിൻ്റെ ഒരു സ്കീമാറ്റിക് വരയ്ക്കുവാണെങ്കിൽ റൂം ഇതാണ്, റൂമിലെ കണ്ടീഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ I കൊണ്ട് സൂചിപ്പിക്കുക. അപ്പോൾ റൂമിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 24 ഡിഗ്രി സെൽഷ്യസും റൂമിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 50%ആണ്. ഇനി ഔട്ട്സൈഡ് എടുക്കുന്നു, ആ ഔട്ട്സൈഡ് എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 34 ഡിഗ്രി സെൽഷ്യസും ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് 40%ആണ്. ഇനി അതോടൊപ്പം തന്നെ കൂളിംഗ് കോയിലുണ്ട്. ദെൻ ആ കൂളിംഗ് കോയിലിൻ്റെ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറയുന്നത് 0.2 ആണ്. അതോടൊപ്പം തന്നെ സപ്ലൈ ചെയ്യുന്ന എയർ, ആ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ 14 ഡിഗ്രി സെൽഷ്യസ്, ദെൻ ഇൻസൈഡ് കണ്ടീഷൻസ്, ഔട്ട്സൈഡ് കണ്ടീഷൻസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇനി ആ ഗിവൺ ഡേറ്റ എഴുതുന്നു. ഇൻസൈഡ് കണ്ടീഷൻ അത് നമ്മൾ I എന്ന് സൂചിപ്പിക്കുന്നു, ഔട്ട്സൈഡ് കണ്ടീഷൻ O എന്ന് സൂചിപ്പിക്കുന്നു. സോ ഇൻസൈഡിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ TD തന്നിട്ടുണ്ട്, അതുപോലെ ഇൻസൈഡിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയും തന്നിട്ടുണ്ട്. ദെൻ ഔട്ട്സൈഡ് ഡ്രൈ ബൾബും ഔട്ട്സൈഡ് ഹ്യൂമിഡിറ്റിയും തന്നിട്ടുണ്ട്, അതും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അതുപോലെ തന്നെ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ TDS തന്നിട്ടുണ്ട് 14 ഡിഗ്രി സെൽഷ്യസ്,
ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട് 0.2. ദെൻ റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് 400 കിലോ വാട്ടാണ്. റൂം ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുന്നത് 100 കിലോ വാട്ടാണ്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഇക്വേഷൻസ് ഏതൊക്കെ യൂസ് ചെയ്യണം? നമുക്ക് റൂമിൻ്റെ സെൻസിബിൾ ഹീറ്റും റൂമിൻ്റെ ലേറ്റൻ്റ് ഹീറ്റും നമുക്ക് വാല്യൂസ് തന്നിട്ടുള്ളത് കൊണ്ട് റൂം സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ, അപ്പോൾ റൂം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന മാസ്, ആ മാസ് എത്രത്തോളം സെൻസിബിൾ ലോഡ് എടുക്കുന്നുണ്ട്. സോ MS ഇൻറ്റു CP ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ് TDI മൈനസ് TS, അതായത് റൂമിൻ്റെ കണ്ടീഷനിലെ ടെമ്പറേച്ചർ മൈനസ് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, ആ ഡിഫറൻസ് എടുത്താൽ റൂം സെൻസിബിൾ ഹീറ്റ് കിട്ടും. ദെൻ റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ MS റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന മാസ് ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ്, ഇൻസൈഡ് കണ്ടീഷൻ്റെയും അതുപോലെ സപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻ്റെയും എൻതാൽപ്പി ഡിഫറൻസ് MS ഇൻറ്റു HI മൈനസ് HS. ഇനി റൂം ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് മൈനസ് സെൻസിബിൾ ഹീറ്റാണ്. ഇനി കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ കോയിലൂടെ ഫ്ലോ ചെയ്യുന്ന മാസും MS തന്നെയാണ്. കാരണം ഇവിടെ റീസർക്കുലേറ്റ് എയറോ മിക്സിങ്ങോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് എയർ എടുക്കുന്നു, ആ എയർ തന്നെ കൂളിംഗ് കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നു, ആ എയറിനെ തന്നെ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നു. സോ MO എന്ന് പറയുന്ന ഔട്ട്സൈഡ് എയറും അതുപോലെ MS എന്ന് പറയുന്നതും സെയിം തന്നെയാണ് ഇവിടെ, കാരണം ഒരൊറ്റ മാസ് ആയിരിക്കും ഫുള്ള് ഫ്ലോ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞാൽ MS ഇൻറ്റു CP ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് കൂളിംഗ് കോയിൽ എന്താ ചെയ്യുന്നത്? ഔട്ട്സൈഡ് കണ്ടീഷനിലെ അത് സപ്ലൈ കണ്ടീഷനിലേക്ക് മാറ്റുന്നു. അപ്പോൾ കൂളിംഗ് കോയിലിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഔട്ട്സൈഡ് കണ്ടീഷനുള്ള എയർ ആണ്. കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് ആണ് S എന്ന് പറയുന്ന സപ്ലൈ കണ്ടീഷൻ. സോ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുന്നു, MCP ഇൻറ്റു ΔT. അപ്പോൾ MS ഇൻറ്റു CP ഇൻറ്റു ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ഔട്ട്സൈഡ് എയർ മൈനസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് സപ്ലൈ എയർ. ഇനി ടോട്ടൽ ഹീറ്റ് കാണണം. അതെങ്ങനെ കാണും? MS ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ് എടുത്താൽ മതി, HO മൈനസ് HS. ദെൻ ലേറ്റൻ്റ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഹീറ്റ് മൈനസ് സെൻസിബിൾ ഹീറ്റ്. ദെൻ ഇവിടെ നമുക്ക് ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കൂളിംഗ് കോയിലിൻ്റെ ഈ എക്സിറ്റ് കണ്ടീഷൻ S ആണ്, അതാണ് സപ്ലൈ കണ്ടീഷൻ S. കൂളിംഗ് കോയിലിൻ്റെ ഇൻലെറ്റ് കണ്ടീഷനാണ് O. കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചറാണ് ADP, അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ്. അപ്പോൾ നമുക്ക് എഴുതാം ബൈപ്പാസ് ഫാക്ടർ ഈസ് ഇക്വൽ ടു TDS, കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിലുള്ള എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതാണ് അത് തന്നെയാണ് സപ്ലൈ കണ്ടീഷനും. സോ TDS മൈനസ് ADP ഡിവൈഡ് ബൈ കൂളിംഗ് കോയിലിൻ്റെ ഇൻലെറ്റിലുള്ള എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, അതാണ് TDO മൈനസ് ADP. ദെൻ കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഡിവൈഡ് ബൈ കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ് എടുത്താൽ മതി. നമ്മളിനി സൈക്കോമെട്രി ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഔട്ട്സൈഡ് കണ്ടീഷൻ O എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു, ഇൻസൈഡ് കണ്ടീഷൻ I എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി ഈ ഔട്ട്സൈഡ് കണ്ടീഷനുള്ള എയർ കൂളിംഗ് കോയിലേക്ക് കൂടെ കടന്നു പോകുന്നു. കൂളിംഗ് കോയിലിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? O എന്ന കണ്ടീഷനിൽ നിന്ന് S എന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. ഓക്കെ, അപ്പോൾ S എന്ന് പറയുന്നതാണ് കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന സപ്ലൈ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദെൻ ആ OS എന്ന് പറയുന്ന ലൈൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്ന പോയിൻ്റാണ് ADP എന്ന് പറയുന്ന അപ്പാരറ്റസ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ, അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ബൈപ്പാസ് ഫാക്ടർ 0 ആയിരുന്നെങ്കിൽ ഈ ADP എന്ന് പറയുന്നതും അതുപോലെ ഈ TS എന്ന് പറയുന്നതും സെയിം ആയേനെ. ഇവിടെ ബൈപ്പാസ് ഫാക്ടർ നമുക്ക് തന്നിട്ടുണ്ട്, അപ്പം അതുകൊണ്ട് അത് രണ്ടും ഈക്വലല്ല. അപ്പോൾ എനിവേ O എന്ന ഫ്രഷ് ഔട്ട്സൈഡ് കണ്ടീഷനുള്ള ഫ്രഷ് എയറിനെ കൂൾ ചെയ്ത് S എന്ന കണ്ടീഷനിലേക്ക് മാറ്റുന്നു. ദെൻ ഈ S കണ്ടീഷനിലുള്ള എയറാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ട് റൂമിനെ I എന്ന കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ സൈക്കോമെട്രിക് ചാർട്ട് ഈ രീതിയിൽ വരും. ഇനി
നമുക്ക് ഓൾറെഡി ഔട്ട്സൈഡ് കണ്ടീഷനും ഇൻസൈഡ് കണ്ടീഷനും തന്നിട്ടുണ്ട്. ഏതെങ്കിലും 2 പാരാമീറ്റർ തന്നു കഴിഞ്ഞാൽ നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ ആ പോയിന്റ് മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഔട്ട്സൈഡ് എയറിൻ്റെ ഡ്രൈ ബൾബും ഹ്യൂമിഡിറ്റിയും തന്നു, ഇൻസൈഡ് എയറിൻ്റെ ഡ്രൈ ബൾബും ഹ്യൂമിഡിറ്റിയും തന്നു. സോ നമ്മൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ അത് വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു, അത് വന്ന് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. റൂമിൻ്റെ കേസിലും അതുപോലെ തന്നെ ഔട്ട്സൈഡ് കേസിലും. കാരണം നമുക്ക് ഇൻസൈഡ് കണ്ടീഷൻ നമുക്ക് 24 ഡിഗ്രി സെൽഷ്യസ് 50% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി തന്നിട്ടുണ്ട്. സോ നമ്മൾ 24 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ലൈന് അത് മുകളിലേക്ക് വരയ്ക്കുന്നു. അതും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനും തമ്മിൽ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% ലൈനും തമ്മിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റ് മാർക്ക് ചെയ്ത് അതിനെ ഐ എന്ന് മാർക്ക് ചെയ്തു. ഇനി ഔട്ട്സൈഡ് കണ്ടീഷൻ എങ്ങനെ മാർക്ക് ചെയ്യും? 34 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. അതും 40% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് എവിടെയാണെന്ന് നോക്കുന്നു. ആ പോയിന്റിനെ ഒ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒയും ഐയും മാർക്ക് ചെയ്യാൻ സാധിച്ചു. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? സപ്ലൈ, ആ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഓക്കെ, ആ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മൾ 14 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നമുക്ക് സപ്ലൈ കണ്ടീഷൻ മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ഡ്രൈ ബൾബ് മാത്രമേ നമുക്ക് അറിയൂ. ഒരു പ്രോപ്പർട്ടി, അതായത് എൻതാൽപ്പിയോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയോ അല്ലെങ്കിൽ വെറ്റ് ബൾബോ, അങ്ങനെ ഒരു പാരാമീറ്ററും കൂടെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ എസ് മാർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എനിവേ ഇവിടെ ഈ സൈക്കോമെട്രിക് ചാർട്ട് ഈ രീതി വരച്ചത് ഇങ്ങനെയായിരിക്കും. ഈ ഓരോ പ്രോസസ്സും നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാനാണ്. നമുക്ക് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിലവിൽ ഒയും ഐയും മാത്രമേ ഉള്ളൂ. ADP അറിയത്തില്ല, അതുകൊണ്ട് നമുക്ക് ADP ലൊക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എസ്സിലെ ആകെ അറിയാവുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു പാരാമീറ്ററും കൂടെ ഉണ്ടെങ്കിൽ എസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എസ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എസ് മാർക്ക് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഇനി നമ്മൾ 1 by 1 ആയിട്ട് എസ് എങ്ങനെ മാർക്ക് ചെയ്യുന്നു, അതുപോലെ ADP എങ്ങനെ മാർക്ക് ചെയ്യുന്നു, ADP എങ്ങനെ കണ്ടെത്തുന്നു ഉള്ള കാര്യങ്ങളാണ് പറയാൻ പോവുക. അപ്പോൾ ആദ്യം സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് നമുക്ക് ഒയും ഐയും മാർക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും ഐക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എൻതാൽപ്പിയും കിട്ടും. കാരണം ഐന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും. ദെൻ ഐന്ന് ഒരു കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻതാൽപ്പിയും കിട്ടും. അതുപോലെ തന്നെ ഒയിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടും, കറസ്പോണ്ട്സ് ടു പോയിന്റ് ഒ. ദെൻ ഒയിന്ന് ഒരു കോൺസ്റ്റന്റ് എൻതാൽപ്പി ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒയിലെ എൻതാൽപ്പിയും കിട്ടും. അപ്പോൾ ആ വാല്യൂസ് ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും. ആ വാല്യൂസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. WI = 0.0093, HI = 47.66. ഇതുപോലെ WO = 0.01335. ദെൻ HO = 68.21. അപ്പോൾ ആ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടും. ഇനി നമുക്ക് കാണേണ്ടത്, ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ദ റിക്വയർഡ് മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ. അപ്പോൾ എത്രയാണ് എയർ നമ്മൾ റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത്? ഇവിടെ വെളിയിൽ നിന്ന് എടുക്കുന്ന എയർ തന്നെയാണ് കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നതും അതേ എയർ തന്നെയാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നതും. മീൻസ് അതേ മാസ് തന്നെയാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നതും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജനറലായിട്ട് MS എന്ന് വിളിച്ചു. അപ്പോൾ നമുക്ക് എത്രയാണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് കാണണം, MS. ഇനി റൂം സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ നമുക്കറിയാം. എന്താണ്? MS × CP × ടെമ്പറേച്ചർ ഡിഫറൻസ്. ഡ്രൈ ബൾബ് ഓഫ് ഇൻസൈഡ് കണ്ടീഷൻ മൈനസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ഔട്ട്സൈഡ് കണ്ടീഷൻ. ഈ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. റൂം സെൻസിബിൾ ഹീറ്റ് RSH = MS × CP × ഇൻസൈഡ് കണ്ടീഷനിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് ഔട്ട്സൈഡ് അല്ല, സപ്ലൈ കണ്ടീഷൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. കാരണം റൂം സെൻസിബിൾ ഹീറ്റ് നമ്മളെപ്പോഴും പറയുക, സെൻസിബിൾ ഹീറ്റ് ആയാലും ലേറ്റൻറ്റ് ഹീറ്റ് ആയാലും
അതുപോലെ ടോട്ടൽ ഹീറ്റ് ആയാലും ഒക്കെ നമ്മൾ പറയുക പോയിൻ്റ് ഐനെയും പോയിൻ്റ് എസ്സിനെയും ബേസ് ചെയ്തായിരിക്കും. എപ്പോഴും നമ്മൾ ഓർക്കണം, ഈ റൂം സെൻസിബിൾ ഹീറ്റ് ആയിക്കോട്ടെ, ടോട്ടൽ ഹീറ്റ് ആയിക്കോട്ടെ, ലേറ്റൻ്റ് ഹീറ്റ് ആയിക്കോട്ടെ, അതെപ്പോഴും പോയിൻ്റ് ഐനെയും എസ്സിനെയും ബേസ് ചെയ്തായിരിക്കും പറയുക. സെൻസിബിൾ എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും ടെമ്പറേച്ചർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുക. ടോട്ടൽ എന്ന് പറയുമ്പോൾ അവിടെ എൻതാൽപ്പി ഡിഫറൻസ് ആണ് ഓർക്കുക. ലേറ്റൻ്റ് എന്ന് പറയുമ്പോഴോ ടോട്ടൽ മൈനസ് സെൻസിബിൾ ചെയ്താൽ ലേറ്റൻ്റ് കിട്ടും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതി എം എസ് ഇൻറ്റു സി പി ഇൻറ്റു ടി ഡി ഐ മൈനസ് ടി ഡി എസ്, അതായത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ഇൻസൈഡ് കണ്ടീഷൻ ദെൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് സപ്ലൈ കണ്ടീഷൻ. സപ്ലൈ മീൻസ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ കണ്ടീഷൻ, അല്ലെങ്കിൽ കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിലുള്ള എയറിൻ്റെ കണ്ടീഷൻ. അപ്പം നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റ് അറിയാം, 400 കിലോ വാട്ട് നമുക്ക് തന്നിട്ടുണ്ട്. എം എസ് കണ്ടുപിടിക്കണം. സി പി വാല്യൂ എയറിൻ്റെ എടുക്കുന്നു. ദെൻ ഇൻസൈഡ് എയർ നമ്മൾ 24 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിലാണ് മെയിൻറ്റെയിൻ ചെയ്തത്. സോ 24 മൈനസ്, ഇനി സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ ടെമ്പറേച്ചർ ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് 14. സോ 14 മാർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ വിധത്തിൽ അൺനോൺ ആയിട്ടുള്ളത് എം എസ് മാത്രമാണ്. ആ എം എസ് കിട്ടുന്നു 13.15 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, സി പി ഓൾറെഡി സി പിയുടെ യൂണിറ്റ് കിലോ ജൂളാണ്. ഇവിടെ 400 കിലോ വാട്ട് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 400 × 10⁻³ എന്ന് എഴുതാത്തതിന് കാരണം ഇവിടെ കിലോ ജൂൾ ഉണ്ട്, ഇവിടെ കിലോ വാട്ടാണ്. അപ്പോൾ ഇവിടുത്തെ 10⁻³ ഇവിടുത്തെ 10⁻³ കട്ടായി പോയിക്കോളും. സോ എം എസ് ഈസിക്കൽ ടു നമുക്ക് ആ എത്ര എമൗണ്ട് മാസാണ് റൂമിലേക്ക് സപ്ലൈ ചെയ്യുന്നത് കിട്ടി, 39.154 കിലോഗ്രാം പെർ സെക്കൻഡ്. ഇനി അടുത്തതാണ് നമുക്ക് കാണേണ്ടത് മോയ്സ്ചർ കണ്ടൻറ്റ് ഓഫ് സപ്ലൈ എയർ. അപ്പോൾ സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ മാസ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കാണേണ്ടത് സപ്ലൈ ചെയ്യുന്ന എയറിൻ്റെ മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് എസ് എന്ന് പറയുന്ന ആ പോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് ഹ്യൂമിഡിറ്റി വാല്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. പക്ഷേ എങ്ങനെ അത് കണ്ടെത്തും? അത് കണ്ടെത്തണമെങ്കിൽ പോയിൻ്റ് എസ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റണം. സോ റൂം ടോട്ടൽ ഹീറ്റ് നമുക്കറിയാം. റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എം എസ് ഇൻറ്റു എച്ച് ഐ മൈനസ് എച്ച് എസ്, എൻതാൽപ്പി ഓഫ് ഇൻസൈഡ് എയർ മൈനസ് എൻതാൽപ്പി ഓഫ് സപ്ലൈ എയർ. അപ്പോൾ ഇതിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റർ എച്ച് എസ് ആണ്. എച്ച് ഐ നമുക്കറിയാം, എം എസ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. റൂം ടോട്ടൽ ഹീറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 500 എങ്ങനെ കിട്ടും? നമുക്ക് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ഗിവൺ ഡേറ്റ് എടുക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് റൂം സെൻസിബിൾ ഹീറ്റും റൂം ലേറ്റൻ്റ് ഹീറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ റൂം ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻസിബിൾ പ്ലസ് ലേറ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് 400 + 100 500 എന്ന് നമുക്ക് വാല്യൂ കിട്ടിയത്. അപ്പോൾ നമുക്ക് 500 = എം എസ് ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ്. പൗതിയിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് എച്ച് എസ് ആണ്. ആ എച്ച് എസിൻ്റെ വാല്യൂ കിട്ടുന്നു 34.89 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അപ്പോൾ പോയിൻ്റ് എസ്സിലെ എൻതാൽപ്പിയും കിട്ടി, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോയിൻ്റ് എസ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം പോയിൻ്റ് എസ്സിൽ നിന്ന് നമുക്ക് ഡ്രൈ ബൾബും ഉണ്ട്, അതുപോലെ എൻതാൽപ്പിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ആ എസ്സിലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്താണോ അവിടെ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ഇനി അതുപോലെ നമുക്കിപ്പോൾ എൻതാൽപ്പി വാല്യൂ കിട്ടി. അപ്പോൾ ആ എൻതാൽപ്പി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈനും വരയ്ക്കുന്നു. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് ലൈനും അല്ലെങ്കിൽ എൻതാൽപ്പി ലൈനും അതുപോലെ തന്നെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിൻ്റെ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് എസ്. അങ്ങനെ പോയിൻ്റ് എസ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, അപ്പോൾ പോയിൻ്റ് എസ് നമ്മൾ ലൊക്കേറ്റ് ചെയ്തു. മാർക്ക് പോയിൻ്റ് എസ് ഓൺ ദ സൈക്കോമെട്രിക് ചാർട്ട് യൂസിങ് എച്ച് എസ് വാല്യൂ ആൻഡ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കറസ്പോണ്ട്സ് ടു പോയിൻ്റ് എസ്. ഇനി നമുക്ക് എസ് കിട്ടിക്കഴിഞ്ഞാൽ ആ എസ്സിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എത്രയാണ്, ആ ഡബ്ല്യു എസ് എത്രയാണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ എസ് കിട്ടിക്കഴിഞ്ഞാൽ ആ എസ്സിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ നമുക്ക് ഡബ്ല്യു എസ് കിട്ടും. ദെൻ
മൂന്നാമത്തെ കാര്യമാണ് കൂളിംഗ് കോയിലിൻ്റെ. ഇപ്പോൾ നമുക്ക് എസ് കിട്ടി, ഐ കിട്ടി, ഒ കിട്ടി. ഇനി നമുക്ക് ഈ എ ഡി പി കണ്ടുപിടിക്കണം. എ ഡി പി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്, അതുകൂടെ പറയാം. എ ഡി പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഒ എസ് എന്ന് പറയുന്ന ലൈൻ, ആ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് സാറ്റുറേഷൻ കർവിൽ എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലെ ഡ്രൈ ബൾബ് ഓർ വെറ്റ് ബൾബ് എടുക്കുന്നു. കാരണം സാറ്റുറേഷൻ കർവിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലെ ഡ്രൈ ബൾബും വെറ്റ് ബൾബും ഡ്യൂ പോയിന്റും ഒക്കെ സെയിം ആയിരിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒ എസ് എന്ന് പറയുന്ന ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് അത് വന്ന് സാറ്റുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുന്നു. ആ ടെമ്പറേച്ചറാണ് ഈ എ ഡി പി. അപ്പം നമുക്ക് എ ഡി പിയും കിട്ടി. ഇനി നമുക്ക് അൺനോൺ ആയിട്ട് ഒന്നുമില്ല. അപ്പോൾ കൂളിംഗ് കോയിലിൽ നടക്കുന്ന പ്രോസസ്സാണ് ഒ എസ് എന്ന് പറയുന്നത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് സാറ്റുറേഷൻ കർവിൽ വന്ന് മുട്ടിക്കുമ്പോൾ ആ പോയിൻ്റാണ് എ ഡി പി. ഇനി നമുക്ക് കാണേണ്ടത് കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ്, ലേറ്റൻറ്റ് ഹീറ്റ് ആണ്. ഇപ്പോൾ കൂളിംഗ് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? കൂളിംഗ് കോയിലിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന മാസ് ഇൻറ്റു സി പി ഇൻറ്റു കൂളിംഗ് കോയിലിൻ്റെ ടെമ്പറേച്ചർ ഡിഫറൻസ്. കൂളിംഗ് കോയിലിൻ്റെ എന്ന് പറയാൻ പറ്റത്തില്ല. കൂളിംഗ് കോയിലിൻ്റെ ഇൻലെറ്റിൽ വരുന്ന എയർ, അതിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മൈനസ് കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന എയർ, അതിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. അപ്പം അതുകൊണ്ടാണ് എം എസ് ഇൻറ്റു സി പി ഇൻറ്റു ടി ഡി ഒ. കൂളിംഗ് കോയിലിൻ്റെ ഇൻലെറ്റ് എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എയറാണ്. ആ ഔട്ട്സൈഡ് എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ടി ഡി ഒ മൈനസ് ടി ഡി എസ്. കൂളിംഗ് കോയിലിൻ്റെ എക്സിറ്റിൽ വരുന്ന എയറിൻ്റെ കണ്ടീഷൻ പോയിൻ്റ് എസ് ആണ്. അതാണ് നമ്മുടെ സപ്ലൈ എയർ. ആ സപ്ലൈ എയറിൻ്റെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ടി ഡി എസ്. അപ്പോൾ നമുക്കിതിൽ എം എസ് അറിയാം, സി പി അറിയാം, ടി ഡി ഒ അറിയാം, ടി ഡി എസ് അറിയാം. സോ നമുക്ക് ആ സെൻസിബിൾ ഹീറ്റ് കിട്ടുന്നു. 800 കിലോ വാട്ട് എന്ന് നമുക്ക് സെൻസിബിൾ ഹീറ്റ് വാല്യൂ കിട്ടുന്നു. ഇനി അടുത്തത് നമുക്ക് ടോട്ടൽ ഹീറ്റ് കാണണം. ടോട്ടൽ ഹീറ്റ് അതിനുള്ള ഇക്വേഷൻ എന്താണ്? എം എസ് ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ് എടുത്താൽ മതി. ഈ എം എസ് ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഔട്ട്സൈഡ് എയർ മൈനസ് എൻതാൽപ്പി ഓഫ് സപ്ലൈ എയർ. അതിൽ ഒയിലെയും എസ്സിലെയും എൻതാൽപ്പി അറിയാം, എം എസ് അറിയാം. സോ നമുക്ക് വാല്യൂ കിട്ടുന്നു 1304.61 കിലോ വാട്ട് എന്ന് കിട്ടുന്നു. ദെൻ നമ്മളെങ്ങനെ ലേറ്റൻറ്റ് ഹീറ്റ് കാണും? ടോട്ടൽ ഹീറ്റ് മൈനസ് സെൻസിബിൾ ഹീറ്റ് ചെയ്താൽ നമുക്ക് ലേറ്റൻറ്റ് ഹീറ്റ് കിട്ടും. ആ വാല്യൂ ആണ് 504.611 കിലോ വാട്ട്. ഇനി നമുക്ക് കാണേണ്ടത് എ ഡി പി എത്രയാണ് എന്ന് കാണണം. അതുപോലെ കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് കാണണം. അതുപോലെ CSHF കൂളിംഗ് കോയിൽ അതിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറും കാണണം. ഈ 3 കാര്യങ്ങൾ കാണണം. എ ഡി പി ഓൾറെഡി നമ്മൾ പറഞ്ഞു എ ഡി പി എങ്ങനെയാണ് കണ്ടെത്തിയത് എന്നുള്ളത്. സോ ഇനിയുള്ളത് കൂളിംഗ് കോയിലിൻ്റെ ലോഡാണ്. ഈ കൂളിംഗ് കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ലോഡ്. അതായത് എം എസ് ഇൻറ്റു എൻതാൽപ്പി ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ടോട്ടൽ ഹീറ്റ്. അതുതന്നെയാണ് കൂളിംഗ് കോയിലിൻ്റെ ലോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കൂളിംഗ് കോയിൽ അതുകൊണ്ട് മീൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ കാര്യം, ഈ ഔട്ട്സൈഡ് എയറിനെ കൂളിംഗ് കോയിലിന് എസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞാൽ അത്രയും ലോഡ് കൂളിംഗ് കോയിൽ എടുക്കണം. അപ്പോൾ അതാണ് ആ ടോട്ടൽ ലോഡാണ് നമുക്ക് ഈ കിട്ടിയ 1304.61 എന്ന കിലോ വാട്ട്. ആ ടോട്ടൽ ലോഡിനകത്ത് 2 ലോഡുണ്ട്. അതിനെ ഡിവൈഡ് ചെയ്താൽ സെൻസിബിൾ ലോഡ് എന്ന് പറയുന്ന ഒരു ലോഡും ഉണ്ട്, ലേറ്റൻറ്റ് ലോഡ് എന്ന് പറയുന്ന ഒരു ലോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കൂളിംഗ് കോയിലിൻ്റെ ടോട്ടൽ ലോഡ് നമുക്കറിയാം. ആ വാല്യൂ നമ്മൾ അതുപോലെ എഴുതി. ഇനി കണ്ടെത്തേണ്ടത് ബൈപ്പാസ് ഫാക്ടറാണ്, കോയിൽ സെൻസിബിൾ ഹീറ്റ് ഫാക്ടറാണ്. അപ്പോൾ അതിൽ നമുക്ക് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് അറിയാം, കോയിലിൻ്റെ ടോട്ടൽ ഹീറ്റ് പറയാം. സോ അതിൽ നിന്ന് നമുക്ക് കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ 0.613 എന്ന് കിട്ടുന്നു. ഇത് നമുക്ക് ബൈപ്പാസ് ഫാക്ടർ കാണണം. അപ്പം അതിൽ ബൈപ്പാസ് ഫാക്ടർ കാണേണ്ട ആവശ്യമില്ല. ബൈപ്പാസ് ഫാക്ടർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമുക്കിനി കാണേണ്ടത് ഈ ബൈപ്പാസ് ഫാക്ടർ എന്ന ഇക്വേഷനിൽ നമുക്ക് ടി ഡി എസ് ഉണ്ട്, ടി ഡി ഒയും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ടി ഡി എസും ടി ഡി ഒയും ടി ഡി ഒയും ഓൾറെഡി അറിയാം. ഇനി അൺനോൺ ആയിട്ടുള്ളത് എ ഡി പി മാത്രമാണ്. ആ എ ഡി പി നമുക്ക് 9 ഡിഗ്രി സെൽഷ്യസ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ രീതിയിൽ ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എ ഡി പി കാൽക്കുലേഷനിലൂടെ കണ്ടെത്താം.
ഇനി ഇൻ കേസ് ബൈപ്പാസ് ഫാക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ ആ ബൈപ്പാസ് ഫാക്ടറിൻ്റെ വാല്യൂ എത്രയാണ് എന്ന് പറയാത്ത കേസാണ് എങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒ എസ് എന്ന് പറയുന്ന ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് ആ ലൈൻ വന്ന് സാറ്റുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്താണോ ആ പോയിൻറ്റിലെ വെറ്റ് ബൾബ് ഓർ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ നോക്കിയാൽ മതി. ഇവിടെ ബൈപ്പാസ് ഫാക്ടർ തന്നിട്ടുള്ളതുകൊണ്ട് ഇക്വേഷൻ യൂസ് ചെയ്യാം. അതല്ല എങ്കിൽ ഇങ്ങനെയും നമുക്ക് ADP കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ADP കണ്ടുപിടിച്ചു, കോയിലിൻ്റെ സെൻസിബിൾ ഹീറ്റ് ഫാക്ടർ കണ്ടു, അതുപോലെ കൂളിംഗ് കോയിലിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. താങ്ക് യു.